പറയത്തക്കവണ്ണം ഹദീസുകൾ ധാരാളമായി ഈ രാത്രിയെ സംബന്ധിച്ചും ഈ രാത്രിയുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നത് സംബന്ധിച്ചും വന്നിട്ടുണ്ട്. ഇമാം ശാഫിഈ തങ്ങളെ പോലുള്ളവർ ഈ രാത്രി ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണെന്നതിൽ സംശയമേ ഇല്ല എന്ന നിലക്ക് പ്രസ്താവന നടത്തിയത് ഇമാമുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ദുആക്ക് നല്ല ഉത്തരം കിട്ടുന്ന രാത്രിയാണിന്ന്. എല്ലാവരും പ്രത്യേകം ഈ രാത്രിയിൽ ദുആകൾ നടത്തേണ്ട രാത്രിയാണ്. ഇമാമുകളൊക്കെ ദുആ എടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലും വളരെ സുദീർഘമായി ജന്നത്തുൽ ബഖീൽ ഉഖദിൽ മദീനത്തെ മുസ്ലിമീങ്ങളെ മറമാടപ്പെടുന്ന സ്ഥലത്ത് പോയി പ്രത്യേകം ദുആ ചെയ്തു. ഒക്കെ ഹദീസിൽ കാണും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കിടക്കുന്ന രാത്രിയിൽ ആയിഷ ബീവിയുടെ അടുത്ത് നിന്ന് അറിയാതെ അവരെ ഉണർത്തേണ്ടെന്ന് കരുതി എഴുന്നേറ്റ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതും നബി എങ്ങോട്ടോ പോകുന്നുവെന്ന സംശയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പിന്തുടർന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു നോക്കുമ്പോൾ ബഖീഉൽ ഉഖദിൽ ദുആ ചെയ്യുന്നവരായിട്ട് കണ്ടതുമൊക്കെ ഹദീസുകളിലുണ്ട്. അതുകൊണ്ട് ആ മഹത്തായ രാത്രിയിൽ നമ്മൾ ഇന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ലൈലത്തുൽ ബറാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാത്രിയിൽ ആരിഫീങ്ങളായ ജ്ഞാനികളായ പല മഹാന്മാരും 3 യാസീനുകൾ ഓതുന്നത് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസൊന്നുമല്ല, അത് പ്രത്യേകം തന്നെ മനസ്സിലാക്കുക. ജ്ഞാനികളായ മഹാന്മാർ ദുആക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് കണ്ടപ്പോൾ പ്രത്യേകമായി യാസീനുകൾ 3 ഉദ്ദേശത്തിൽ ഓതി ദുആക്ക് ഉത്തരം കിട്ടുന്നതായി അവർ മനസ്സിലാക്കുകയും പരീക്ഷിച്ചറിഞ്ഞിട്ട് ഉറപ്പായി കിട്ടിയിട്ടുള്ള പരമാർത്ഥങ്ങൾ മാത്രം ചേർക്കുന്ന മഹാനായ ഇമാം ദൈറബിയുടെ മുജറബാത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരിഫ്യങ്ങളിൽപ്പെട്ട മഹാന്മാർ ഇത് പറഞ്ഞതായി ധാരാളം ഗ്രന്ഥങ്ങളിൽ പല മഹാന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. 1-ാമത്തെ യാസീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1-ാമത്തെ യാസീൻ ആയുസ്സിൽ ദൈർഘ്യം കിട്ടാൻ വേണ്ടി എന്ന കരുത്തോടു കൂടെയാണ്. ഈ യാസീനുകൾക്കിടയിൽ മറ്റ് സംസാരങ്ങളൊന്നും വരാതെ ഇടക്കുള്ള സംസാരങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായാണ് ഈ യാസീൻ ഓതേണ്ടതെന്നും ജ്ഞാനികളായ ചില മഹാന്മാർ അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം സുദീർഘ ആയുസ് കിട്ടാനാണ് 1-ാമത്തെ യാസീൻ. 2-ാമത്തെ യാസീൻ തനിക്കും തൻ്റെ കുടുംബങ്ങളിൽ നിന്നുമെല്ലാം ബലാ ഒഴിവാകുവാനും മുസീബത്തുകളൊക്കെ ഇല്ലാതാകുവാനും പ്രത്യേകം ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട്, 3-ാമത്തെ യാസീൻ മനുഷ്യരിൽ നിന്ന് സ്വാശ്രയത്വം കിട്ടി അന്യരിലേക്ക് ആശ്രയത്വം വരാതെ സ്വയം അവനവന് തന്നെ അല്ലാഹു തആല നൽകി അതുകൊണ്ട് സ്വാശ്രയത്വവും സന്തോഷവും കിട്ടാനാണ്. അവരിനി ബിഹലാലിക അൻ ഹറാമിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നതാണ്. ഹറാമിൽ നിന്നും എനിക്ക് സ്വാശ്രയത്വം നൽകണം, ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കണമെന്ന്. മറ്റുള്ളവരിലേക്ക് കണ്ണു നീട്ടാതെ കൈ നീട്ടാതെ അവനവന്റെ കാര്യങ്ങൾ അവനവന് തന്നെ കിട്ടുന്ന സ്വാശ്രയത്വം കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് 3-ാമത്തെ യാസീൻ മഹാനായ ദൈറബി എന്നവർ പറയുന്നത്. വേറെ ചില ജ്ഞാനികൾ പറയുന്നത് ആ 3-ാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമത്തിന് അവസാനം നല്ല നിലക്ക് മരിക്കുന്നതിന് എന്നാണ്. അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് ഉദ്ദേശിക്കാം. ഒന്ന്, നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം സുദീർഘമായ ആയുസ് കിട്ടുന്നതിന് വേണ്ടി, ആരോഗ്യമുള്ള ആയുസ് കിട്ടുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് യാസീൻ. മറ്റൊരു യാസീൻ നമ്മിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബലാവ് മുസീബത്തുകളൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടൊരു യാസീൻ. 3-ാമത്തെ യാസീൻ നമുക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം സ്വന്തം നിലക്ക് കിട്ടാൻ, അവനവനെ കൊണ്ട് തന്നെ കഴിയാൻ, മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കാതെ കഴിയാൻ, അതുപോലെ തന്നെ ഹുസ്നുൽ ഖാത്തിമ അവസാനം നന്നായി മരിക്കാൻ. അതേതായാലും ഇപ്പോൾ ആവശ്യമുള്ളതാണ്. അത് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണല്ലോ ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് മരിക്കുക, ഏറ്റവും നല്ല സമയത്തായി മരിക്കുക. അതായത് ജീവിതത്തിൽ കിട്ടിയ സമയത്തിൽ ഏറ്റവും മുന്തിയ സമയം മരണത്തിന്റെ സമയമാവുക. അതാണ് അതിലെ ഏറ്റവും മുന്തിയ അവസ്ഥ. അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും നൽകി സഹായിക്കുമാറാവട്ടെ. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടെ നമ്മൾ യാസീൻ ഓതുക. ഇന്നിപ്പോ നമ്മുടെ സമകാലിക വിഷയങ്ങൾ തൽക്കാലം നിർത്തുകയാണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. ഈ 3 യാസീൻ ഓതി കഴിഞ്ഞ ശേഷം 10 പ്രാവശ്യം ദുആ ചെയ്യേണ്ട, ആവർത്തിച്ച് ദുആ ചെയ്യേണ്ട ഒരു ദുആ മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ദൈറബി തന്റെ മുജറബാത്തിൽ ആ ദുആയും പ്രത്യേകം പറയുന്നുണ്ട്.
ആ ദുആ നമ്മളെല്ലാവരും യാസീൻ ഓതി കഴിഞ്ഞ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഏതാണ്ട് 70 പ്രാവശ്യം ഒരു ദിക്റും 100 പ്രാവശ്യം ഒരു ദിക്റും നമുക്ക് ബറാഅത്ത് രാവിൽ ചൊല്ലുന്നതായി ആരിഫീങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് പഴയ കാലം മുതൽക്കേ ഉള്ളതുണ്ട്. എൻ്റെ വല്യപ്പ ഉമ്മാമാക്ക്, അതായത് വല്യമ്മക്ക് എഴുതി കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നു ഇതൊക്കെ. അതങ്ങനെയാണ് ഞാനത് പഠിച്ചത്. അത് അത്ര വലിയ ഖാദിർ പാപ്പാനെ പോലത്തെ വലിയ മഹാന്മാരിൽ നിന്ന് കിട്ടിയതായിരിക്കും അത്. നമ്മളെ വലിയ മൗലൂദിന്റെ ഏടുകളിലൊക്കെ അങ്ങനത്തെ ദിക്റുകൾ കാണും. അതിലെ അസറിന്റെ ശേഷം എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും പലരും പല രീതിയിൽ ചൊല്ലുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ബറാഅത്തിലാണ് ഇത് പറയുന്നത്. ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത് തുടങ്ങുന്നത് മഗ്രിബോട് കൂടിയാണ്. അപ്പൊ മഗ്രിബിന്റെ ശേഷമുള്ള രാത്രിയിലാണ് ഇത് ഏറ്റവും നല്ലത്. ചിലരൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ എന്നും പറഞ്ഞു വരുന്നുണ്ട്. അതും ചില പണ്ഡിതന്മാർ പ്രത്യേകം അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ 3 യാസീന് നമുക്ക് ഓതാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റും ചൊല്ലി ആ ദുആ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇന്ന് നടത്തി വരുന്ന അനുസ്മരണം പല മഹാന്മാരുടെയും മത്സരണത്തോടു കൂടെയുള്ള യാസീൻ ദുആയും നമുക്ക് ഇൻഷാ അല്ലാഹ് നടത്താം. ഇത് നമുക്ക് നടത്തി പ്രവേശിക്കാം. ഇനി എല്ലാവരും പറ്റുന്നവരൊക്കെ മുസാഫ് എടുത്തോളി, അല്ലെങ്കിൽ ഫോൺ എടുത്തോളി, നോക്കി ഒന്നാവുമല്ലോ നല്ലത്. ഒന്നാമത്തത് സുദീർഘമായി ആയുസ് നമുക്ക് കുട്ടികൾക്കൊക്കെ കിട്ടാൻ. രണ്ടാമത്തത് ബലാ മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു തആല കാവൽ നൽകാൻ. അത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാക്കുക കരുത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തത് നമുക്ക് സ്വാശ്രയത്വം, അവനവന് സ്വാശ്രയത്വം കിട്ടാനും ഹുസ്നുൽ ഖാത്തിമത്ത്, അവസാനം നല്ല നിലക്ക് ഈമാൻ സലാമത്തായി റാഹത്തിൽ മരിക്കാനും ദുആ ചെയ്യാൻ. ആ ദുആയോട് ആ ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീനിൽ പ്രവേശിക്കുകയാണ്.